കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭരണപക്ഷം UDF ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യവും സംഘപരിവാര വിധേയത്വമായിരുന്നു, കാവ്യവൽക്കരണമായിരുന്നു. അതിന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ പറഞ്ഞു നടന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ലാവ്ലിൻ കേസും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസപ്പടി കേസുകളൊക്കെ ഇങ്ങനെ തട്ടും പുറത്ത് കിടക്കുന്നുണ്ടെന്നും RSSത്തിനെതിരെ സംഘപരിവാരത്തിനെതിരെ കൃത്യമായി നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് പിണറായി വിജയനെയും മകളെയും തേടിയെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് രാഷ്ട്രീയ പാപ്പരത്തമായി CPM വലിയ കെണിയിലാണ് പെട്ടിരിക്കുന്നത് എന്നും അതേപോലെ തന്നെ PM ശ്രീ പദ്ധതികൾ പോലെയുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്രത്തിൽ പോയി ഒപ്പിട്ടതും അത്തരത്തിലെ ചില കുടുങ്ങലിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചില നീക്കുപോക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ വ്യാപകമായ ആരോപണമുയർന്നിരുന്നു. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികളെ കാറിൽ കയറ്റിയ വിഷയമൊക്കെ ഇലക്ഷൻ പ്രചരണ കാലത്തൊക്കെ കൊടുമ്പിരി കൊണ്ട ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. എന്നാൽ UDF ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത ഇത് രണ്ടും ഒരേപോലെ എതിർക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആദർശ ധീരനായി, ആദർശ നേതാവായി, നിലപാടുകളുടെ രാജകുമാരനായി മുക്കിന് ഫ്ലക്സൊക്കെ വെച്ച ഒരു കാഴ്ച, VD സതീശൻ്റെ ഫ്ലക്സൊക്കെ വെച്ച കാഴ്ച നമ്മൾ കണ്ടു. ഇലക്ഷന് നല്ല രീതിയിൽ പ്രചരണം നടന്നു, യുവാക്കളെയൊക്കെ കൈക്കലാക്കി നല്ല പ്രചരണത്തോടു കൂടി 102 സീറ്റിൽ അധികാരത്തിൽ വന്നു. പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന ഒരു റോള് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ CPM പതനം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാസങ്ങൾ പിന്നിടുമ്പോൾ വിജയത്തിന് ശേഷവും ആഴ്ചകൾ എടുക്കേണ്ടി വന്നു ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ. തമ്മിൽ തല്ലും പ്രശ്നങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ചില നല്ല പദ്ധതികൾ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചില ആനുകൂല്യങ്ങൾ സ്ത്രീകളെ സമൂഹത്ത് ഉയർത്തിക്കൊണ്ടുവരിക, അവർ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ പറയാൻ കഴിയുന്ന രീതിയിൽ KSRTയുടെ പ്രിയദർശിനി പദ്ധതിയൊക്കെ വന്നു, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്നാൽ ഒരവസരത്തിൽ ഒരു സൈഡിൽ ഒരു നാണയത്തിൻ്റെ ഒരു മുഖമായി വികസനത്തെ ചൂണ്ടിക്കാണിക്കുകയും മറുവശത്ത് കൃത്യമായ കാവ്യവൽക്കരണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ RSS അനുഭാവികളെയും RSS പ്രവർത്തകരെയും തള്ളിക്കയറ്റി എന്ന ആരോപണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് അങ്ങോട്ട് പോയി അനുഗ്രഹം മേടിക്കുന്ന മന്ത്രിമാരെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനെ സന്ദർശിക്കുന്ന ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെ കണ്ടു. എന്നാൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി വളരെ കൃത്യമായി, നേരത്തെ മുസ്ലിം ലീഗ് അടക്കം വളരെ കൃത്യമായി നിലപാടെടുത്ത ഇലക്ഷൻ പ്രചരണ കാലത്ത് KM ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ വേങ്ങരയിൽ ഈ PM ശ്രീ പദ്ധതിക്കെതിരെ പിണറായി സർക്കാരിനെതിരെ കത്തിജ്വലിച്ച ചില പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ പ്രസംഗങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ കൂട്ടി ചെയ്ത ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പ്രസംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം, അതിനുശേഷം കാര്യങ്ങൾ പറയാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPMകാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി പാവം ഇതൊക്കെ കേട്ടുകൊണ്ട് അണികളായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വളരെ ആവേശത്തോടു കൂടി കൈയടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണം. KM ഷാജി സാഹിബ് തൽക്കാലം ഇത് പറയേണ്ടത് 25% മാത്രമാണ് വികസന പ്രശ്നങ്ങളൊന്നും, യഥാർത്ഥ പ്രശ്നങ്ങൾ സംഘപരിവാരമാണ്. ബാക്കി 75% പ്രശ്നങ്ങളും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അതാണ് എന്ന് സ്വയം സമ്മതിച്ച KM ഷാജിക്ക് എന്തായാലും വലിയ ബിഗ് സല്യൂട്ട് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പഠിപ്പിക്കേണ്ടത് ഇവിടെയുള്ള പൊതുജനങ്ങളെയല്ല, ഇവിടെയുള്ള ജനങ്ങളെയല്ല, മറിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി
NM ഷംസുദ്ദീനെ പോലെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കേണ്ടി വരുന്നത്, അല്ലെ KM ഷാജി ഇപ്പോൾ ക്ലാസ് എടുക്കേണ്ടത് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നേടിയെടുക്കാൻ വേണ്ടി വേങ്ങരയിൽ വലിയ പ്രസംഗമൊക്കെ നടത്തിയ ആളുകൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയോ ദേശീയ കമ്മിറ്റിയോ ഒക്കെ ചേർന്നുകൊണ്ട് ഈ പ്രസംഗം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പായെങ്കിലും കാണിക്കാൻ വേണ്ടി തയ്യാറാവണം. അല്പമെങ്കിലും ബുദ്ധി വെക്കട്ടെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ, പാണക്കാട്ട് തങ്ങൾ വിചാരിച്ചാൽ എല്ലാമായി പാണക്കാടും മുസ്ലിം ലീഗുമാണ് VD സതീശനെയും അതോടൊപ്പം തന്നെ വലിയ ടീം UDFനെയൊക്കെ നയിച്ചത്. തങ്ങളൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച ആളുകളുണ്ടായിരുന്നു. അവരോടൊന്ന് പറയാനുള്ളത്, സമുദായത്തോട് പറയേണ്ട, മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോട് പറയേണ്ട, അറ്റ്ലീസ്റ്റ് സ്വന്തം പ്രവർത്തകൻ, സ്വന്തം നേതാവ്, വിദ്യാഭ്യാസ മന്ത്രി NM ഷംസീറിനോടെന്നെങ്കിലും വായ് തുറന്ന് ഷംസുദ്ദീനോടെങ്കിലും വായ് തുറന്ന് PM ശ്രീ പദ്ധതിയെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയണം. ചില ആളുകൾ പറയുന്ന ന്യായം, ഇതിന് പറയുന്ന ന്യായം, പദ്ധതി നടപ്പിലാക്കുമ്പോൾ പറയുന്ന ന്യായം, ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരും, കേന്ദ്രം പല ഫണ്ടുകളും നൽകാതെ വരും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്ന ന്യായം. നേരത്തെ LDF സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ ഇത്തരത്തിലെ പദ്ധതികൾ അല്ലെങ്കിൽ ഫണ്ടുകൾ ഗവൺമെൻറ് ലഭിക്കാതെ പോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് പാവങ്ങളാണ്, നിവൃത്തികേട് കൊണ്ടാണ് എന്നൊന്നും പറയുന്നത് ആരും കേട്ടിട്ടില്ലല്ലോ. അത്തരത്തിൽ പകപോക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി ഉണ്ടാവുമെങ്കിൽ തീർച്ചയായും നട്ടലോടുകൂടി ഈ പദ്ധതിയെ എതിർക്കുകയും അതിനുവേണ്ടി പകപോക്കലുണ്ടാകുമ്പോൾ ജനങ്ങളെ തെരുവിലിറക്കി സമൂഹത്തിൽ സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയുമാണ് വേണ്ടത്. അല്ലാതെ ഇസ്തിരിയിട്ട് ഇങ്ങനെ ഷർട്ടിൽ ചുളിവ് വീഴാതെ വളരെ സുഖലോലുപതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയല്ല വേണ്ടത്. കുറേ കാലമായല്ലോ അണികളും മറ്റുള്ള ആളുകളും ജനങ്ങളൊക്കെ പോലീസുകാരുടെ ലാത്തിയടിയും അതോടൊപ്പം തന്നെ മർദ്ദനവും കേസൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. ഇനി പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളയും ഇട്ട് നടക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളും ജനങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷത്തിന് വേണ്ടി, ഇവിടെ മതേതര സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയെങ്കിലും ഈ പദ്ധതിയെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നേരത്തെ KM ഷാജി പറഞ്ഞ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞത് ആണത്തമുണ്ടെങ്കിൽ ഈ KM ഷാജി പറഞ്ഞ വാക്കിനും പ്രവൃത്തിക്കും എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെങ്കിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയും അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷയാണോ കേന്ദ്ര സർക്കാർ നൽകുന്നത് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, തെരുവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമരം ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് കാണിക്കേണ്ടത്. നേരത്തെ KM ഷാജി പറഞ്ഞ 75% രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്, സംഘപരിവാരത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ NM ഷംസുദ്ദീൻ്റെ നിലപാടെന്താണ്, മാധ്യമങ്ങളുടെ മറുപടി എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എൻറ്റിറ്റിയാണ്, ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് വരുന്ന ഗവൺമെന്റ്. അല്ല, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വശവും ഉണ്ട്. അപ്പൊ അത് ഞങ്ങളൊരു വിദഗ്ധരുമായി ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങൾ അതിലിപ്പോ പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. ഇപ്പോ സ്കൂൾ തുറക്കണം, പാഠപുസ്തകം കൊടുക്കണം, അതൊക്കെ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. KM ഷാജി സാഹിബ് കാണുന്ന അത്ര എമർജൻസി ഒന്നും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി NM ഷംസുദ്ദീൻ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇതത്ര എമർജൻസി ഒന്നുമല്ല, ഒരുപാട് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയുണ്ട്, അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയമെന്നാണ് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. നേരത്തെ KM ഷാജി വ്യക്തമാക്കിയത് എല്ലില്ലാത്ത നാവാണെന്ന് കരുതി വെറുതെ തള്ളിമറച്ചതാണെന്ന് NM ഷംസുദ്ദീൻ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നു, നേരത്തെയുള്ള സർക്കാരിന്റെ പല പദ്ധതികളും ഈ പുതിയ UDF ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. അത്തരം പദ്ധതികൾ നിർത്തലാക്കിയതുപോലെ ഇത്തരം PM ശ്രീ പദ്ധതികളും നടപ്പിലാക്കില്ല, അല്ലെ നിർത്തലാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉരുണ്ടുമറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിസുരയുടെ നിലപാട് എന്താണ് എന്ന് മുസ്ലിം ലീഗുകാർ അറിയേണ്ടതുണ്ട്. പടച്ച തമ്പുരാന്, ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ, അതാണ് അതിന്റെ കാര്യം. ഈ ഷംസുദ്ദീനെ കൊണ്ട് തന്നെ, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ
കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഷാജിയൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, നിങ്ങൾ തള്ളിമറിച്ചിട്ടിപ്പോൾ സുരേന്ദ്രൻ്റെ പ്രസംഗത്തിന് പോലും മുസ്ലിം ലീഗുകാരെ കൊണ്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. KM ഷാജിയെയും അതോടൊപ്പം തന്നെ NM ഷംസുദ്ദീൻ്റെയും ഇത്തരം കപട രാഷ്ട്രീയം, സമുദായത്തെ പറ്റിക്കുന്ന, കേവലം വോട്ട് തട്ടാൻ വേണ്ടി പ്രസംഗിക്കുകയും എന്നാൽ പ്രസംഗിച്ചതിന് ശേഷം സമൂഹത്തോട്, ന്യൂനപക്ഷ സമൂഹത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ അവരെ സുഡാപ്പികളാക്കുന്നു. അതേപോലെ തന്നെ സമസ്തയുടെ നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രഭാതം വളരെ കൃത്യമായി കാവ്യവൽക്കരണത്തെക്കുറിച്ച് ടീം UDF VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തെക്കുറിച്ചുകൊണ്ട് സമസ്തയുടെ സുപ്രഭാതം വളരെ കൃത്യമായി നിലപാട് പറഞ്ഞപ്പോൾ ആ സമസ്തയുടെ പത്രത്തെ LDFിൽ നിന്ന് അല്ലെങ്കിൽ CPMൽ നിന്ന് പണം പറ്റിക്കൊണ്ട്, കാശ് പറ്റിക്കൊണ്ട് ചില കോപ്രായങ്ങൾ കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ സുപ്രഭാതത്തെ ബഹിഷ്കരിക്കാനും നീചമായി ചിത്രീകരിക്കാനുമുള്ള നിലപാടാണ് സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ കുറച്ച് ആളുകളും അതേപോലെ മുസ്ലിം ലീഗിൻ്റെ ചില കുഞ്ഞാലിക്കുട്ടിയും കുറച്ച് ആളുകളെ താങ്ങി നടക്കുന്ന ചില ആളുകൾ ശ്രമിച്ചത്. ഇന്നിപ്പോൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ നേരത്തെ LDF സർക്കാരിൻ്റെ പരാജയത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുകയും UDFന് വമ്പിച്ച ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് LDFിൻ്റെ പോരായ്മകൾ കാണിച്ചുകൊണ്ടും UDF അധികാരത്തിൽ വരേണ്ടി വരും എന്ന് പറയാതെ അത്തരത്തിൽ വന്നാൽ മാത്രമേ ഒരു മോക്ഷമുണ്ടാവൂ എന്നൊക്കെ അതിനുവേണ്ടി PR വർക്ക് എടുക്കുന്ന രീതിയിൽ സംസാരിച്ച മീഡിയ വണ്ണൊക്കെ ഇപ്പോൾ VD സതീശൻ്റെ കാവ്യവൽക്കരണത്തെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല. അണികളൊക്കെ തലയിൽ ആൾതാമസമില്ലാത്ത കുറച്ച് CPMൻ്റെ ന്യായീകരണ തൊഴിലാളികളെ പോലെ കുറച്ച് ന്യായീകരണ തൊഴിലാളികളായി മാറിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കാണാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. നേരത്തെ പിണറായി വിജയന് ലാവ്ലിൻ കേസും അതോടൊപ്പം തന്നെ വീണ വിജയൻ്റെ കേസുമാണ് ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണത്തെ നടപ്പിലാക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ VD സതീശനും RSSൻ്റെ മുകളിലുള്ള എന്ത് ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള BJPയുമായിട്ടുള്ള എന്ത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ട്.